If you're ready to conquer the trails, you need to see my new favorite bike. I love this 7-speed gear system because the shifts are so smooth. Plus, these double disc brakes give me total control downhill. ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് കോസ്റ്റ് കമ്പനിയുടെ ഒരു മൾട്ടി സ്പീഡ് സൈക്കിളാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു 26 ഇഞ്ച് വീൽ സൈസ് വരുന്ന ഒരു സൈക്കിളാണ്. വളരെ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് കിട്ടിയോണ്ടാണ് നമ്മൾ ഇത് വാങ്ങിയത്. ഇനിയിപ്പോൾ അവധിക്കാലമൊക്കെ ആയ സ്ഥിതിക്ക് കുട്ടികൾക്ക് ഗിഫ്റ്റ് ചെയ്യാനോ അതുപോലെ നിങ്ങൾക്ക് തന്നെ ഒരു വർക്കൗട്ട് കാര്യത്തിനൊക്കെ ആയിട്ടൊന്ന് സൈക്ലിംഗ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മോഡലാണ്. 7 ഗിയർ സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ ഗിയർ ഇല്ലാത്ത മോഡലിന് തന്നെ കഴിഞ്ഞ വർഷം ഈ കമ്പനിയല്ല ഇതേ സൈസ് സാധനങ്ങൾക്ക് ഷോപ്പുകളിൽ 10,000-15,000 രൂപ വരുന്നതിന് പകരം ഇതിൽ വില വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10ന്റെ ഉള്ളിലേ ഉള്ളൂ. കറക്റ്റ് വില കാര്യങ്ങളൊക്കെ ഞാൻ അൺബോക്സിംഗ് ടൈമിൽ പറയുന്നതാണ്. നമുക്ക് അധികം വൈകേണ്ട കാര്യമില്ല. ഫുൾ അൺബോക്സ് ചെയ്ത് ഇതിനെക്കുറിച്ച് മുഴുവനായിട്ട് നോക്കാം. ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ടെക്നീഷ്യനെ അവർ പറഞ്ഞു വിടും. അതിനൊരു 98 രൂപയാ കൊടുക്കേണ്ടേ ഉള്ളൂ. നമുക്ക് തന്നെ ഇത് ചെയ്യാവുന്ന മാത്രമേ ഉള്ളൂ. ഇത് ഇൻസ്റ്റാളിംഗ് ഒക്കെ സ്വന്തമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ള സ്ഥിതിക്ക് സമയക്കുറവുള്ളവർക്ക് അത് ചൂസ് ചെയ്യാം. നമ്മൾ എന്തായാലും അവർ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്. അവർ വരുമോ നോക്കാം. അവർ വന്നില്ലെങ്കിൽ നമ്മൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യും. ഇത് ഫുള്ളായിട്ട് അൺബോക്സ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്തൊക്കെ ഇതിന്റെ വിവരങ്ങൾ എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിംഗ് ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ചേരണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഷെയർ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഓഫറിൽ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ വാങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അധികം ഒന്നും പറഞ്ഞ് ലഗടിപ്പിക്കുന്നില്ല, നമുക്കിത് അൺബോക്സ് ചെയ്ത് കാണാം. ഇതാണ് നമുക്ക് പാഴ്സൽ വന്നിട്ടുള്ളത്. പാഴ്സലിൽ ഈ സൈഡിൽ ഒരു ചെറിയ ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തൊക്കെ പൊട്ടിച്ച് നോക്കാം. വേറെ പ്രത്യക്ഷത്തിൽ വേറെ പ്രശ്നമൊന്നുമില്ല. പൊട്ടിച്ച ഉള്ളിലെ സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കി കളയാം. ഉള്ളിൽ പ്രത്യേകിച്ച് ഡാമേജുകളൊന്നും വരാൻ സാധ്യതയില്ല. ആകെ ലൂസുള്ളത് ഈ ഒരു ബോക്സ് ആണ്. ഇതെന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇതിൻ്റെ കൂടെ വന്നേക്കുന്ന ഒരു സ്പാനറും 2 എലങ്കി സെറ്റുമാണ് ഇത് ഫിറ്റ് ചെയ്യാൻ ആവശ്യത്തിനുള്ള. പിന്നെ പെഡലാണ്, 2 പെഡൽ വന്നിട്ടുണ്ട്. 3 എലങ്കി സെറ്റ് ഉണ്ട്. പിന്നെ 2-3 റിഫ്ലക്ടറുകളാണ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ളതും പിന്നെ വീൽസിലേക്കുള്ളതും. പിന്നെ അതിൻ്റെ ഒരു സീറ്റാണ്. ഇതിൻ്റെ ഒപ്പം ഒരു ടൂൾ ബോക്സിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ടൂൾ ബോക്സ് ഇല്ല, അതിലൊരു സ്പാനറും നമ്മുടെ 1000 കണ്ണി എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്പാനറും 3 എലങ്കി സെറ്റുമാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ വന്നിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഇതൊക്കെ എക്സ്ട്രാ ഒന്നും മേടിക്കണ്ട. നമുക്കിത് ജസ്റ്റ് ഒന്ന് പുറത്തെടുത്ത് നോക്കാം. അതിനുശേഷം ഇത് ഫിറ്റ് ചെയ്യാൻ ആൾ വരുന്നുണ്ട്. അവരെ കൊണ്ട് തന്നെ ഫിറ്റ് ചെയ്യിക്കാം. സംഭവം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതിലിപ്പോൾ നമുക്ക് വേറെ ഫിറ്റിങ്സിനുള്ള ബുദ്ധിമുട്ടൊന്നും വരില്ല. ഇത് നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ അവർ തന്നെ വന്ന് ഫിറ്റ് ചെയ്യട്ടെ. ഞാൻ ആദ്യം ആലോചിച്ചത് ഇതിൻ്റെ ഗിയർ സിസ്റ്റവും കാര്യങ്ങളൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നത്. പക്ഷേ അത് പ്രശ്നമില്ല. ഇതെല്ലാം അതിൽ ഫിറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഫൈനലി അങ്ങനെ കാത്തിരുന്ന ടെക്നീഷ്യൻ വന്നു. ഒരു 3 ദിവസം 4 ദിവസം അവർ ഡിലേ വന്നു. അതിനുശേഷം ഒരു നൈറ്റ് ടൈം ആയപ്പോഴാണ് ഇവർ വന്നത്. ആദ്യം തന്നെ അവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വീലിൽ ഡിസ്ക് സെറ്റ് ചെയ്തു. അതിനുശേഷം ഫ്രണ്ട് വീല് സെറ്റ് ചെയ്തു. ഇതായിരുന്നു ഇതിന്ന് ഫിറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗം മെയിൻ ആയിട്ടുള്ളത്. അതിനുശേഷം പെഡലും ഹാൻഡിലും ഫിറ്റ് ചെയ്തു. ഹാൻഡിലൊക്കെ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. അതിനുശേഷം ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ലാന്ന് കണ്ട് OTP മേടിച്ച് അവർ തുടങ്ങി. അപ്പോൾ നമ്മുടെ സൈക്കിള് കമ്പനിയിൽ നിന്ന് ആൾ വന്നിട്ട് അത് ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തായിരുന്നു. നല്ല സർവീസ് ആയിരുന്നു അവരുടെ. അവർ വന്ന് പെട്ടെന്ന് ഫിറ്റ് ചെയ്ത് ചെക്ക് ചെയ്തു. റിട്ടേൺ ചെയ്യേണ്ട വല്ല കാര്യങ്ങളുണ്ടോ നോക്കി. ഡാമേജ് ഒന്നും ഇല്ലാന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് അവർ ഫിറ്റ് ചെയ്ത് തന്നത്. കുറേ വൈകിട്ടായാലും അവർ എത്തിയത് ഒരു രാത്രി ടൈമിലൊക്കെ ആയിരുന്നു എത്തിയത്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു രൂപമാണ്. അതിൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഫിറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ തന്നെ ഫിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഓക്കെ, ഫൈനൽ ലുക്ക് ഇതാണ്. നമുക്ക് ഇതൊക്കെ പൊട്ടിച്ചതിന് ശേഷം കുറച്ച് റിഫ്ലക്ടർ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാണ്ട് അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മൊത്തത്തിൽ ഒന്നും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. സൈക്കിളിൽ ചുറ്റിയിരുന്ന റാപ്പിംഗ് കവർ ഓരോന്നായിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അതിനുശേഷം ഇതിൽ കുറച്ച് റിഫ്ലക്ടറുകൾ കൊടുക്കാനുണ്ട്. ആദ്യമായിട്ട് നമുക്ക് കൊടുക്കേണ്ടത് ഇതിൻ്റെ ഫ്രണ്ടിലെ ഹാൻഡിൽ ബാറിൽ വെക്കേണ്ട വൈറ്റ് റിഫ്ലക്ടറാണ്. സെറ്റ് ചെയ്യാം. ഒരു വൈറ്റ് റിഫ്ലക്ടറാണ്. ഇത് വെറും പ്ലാസ്റ്റിക്കിലാണ്. കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഇത് അഡീഷണൽ ആണ് ഈ സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. അതുപോലെ ബാക്ക് സൈഡിലേക്കൊരു റിഫ്ലക്ടർ ഉണ്ട്. അത് നമുക്ക് ഇവിടെ കൊടുക്കാം. ഇനി ബോട്ടിലിൻ്റെ ഹോൾഡറും ബോട്ടിലും ഫിറ്റ് ചെയ്യാം.
ഇതിൻ്റെ വീലിലേക്കുള്ള 4 റിഫ്ലക്ടർ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഫിറ്റ് ചെയ്യാം. ഇതൊക്കെ സിമ്പിളാണ്, ഓരോ ക്ലിപ്പ് പിന്ന് മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ നമ്മുടെ സൈക്കിളിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഓറഞ്ച് അല്ലാണ്ട് വേറെ കളറിലും ഇത് ലഭ്യമാണ്, ബ്ലൂ കളറിലേക്ക് ലഭ്യമാണ്. ഞാൻ ഓറഞ്ചാണ് സെലക്ട് ചെയ്തത്. ഓറഞ്ച് ആയതുകൊണ്ട് നല്ലൊരു വെറൈറ്റി ലുക്ക് തന്നെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ബലമുള്ള ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് വന്നിട്ടുള്ളത് ഡിസ്ക് ബ്രേക്കുകളാണ്. അതുപോലെ ഫ്രണ്ടിൽ നമുക്കൊരു ഷോക്ക് അബ്സർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ യാത്രയൊക്കെ സുഖമാവും. അതുപോലെ സീറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ സീറ്റ് നമുക്ക് അത്യാവശ്യം ഒരു കുഷൻ കാര്യങ്ങളൊക്കെ ഉള്ള സീറ്റാണുള്ളത്. സീറ്റ് അതേപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. ഹൈറ്റ് നല്ലപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഗിയറിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 7 സ്പീഡ് ഗിയറാണ് ഇതിൽ വന്നിട്ടുള്ളത്. വലിയ അഡ്വാൻസ്ഡ് ഗിയർ സിസ്റ്റം അല്ല, ചെറിയ ടൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു വിലയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ 7 പല്ല് വരുന്നുണ്ട്. സാധാരണ ഇതിൽ ഫ്രണ്ടിലും കൂടെ വരുന്നത്, ഇതിൽ ഫ്രണ്ടിൽ സിസ്റ്റം ഇല്ല. പിന്നെ ടയറിൻ്റെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ടയറൊക്കെ നല്ല ഗ്രിപ്പുള്ള ടയറുകളാണ്, അലോയ് ഡ്രമ്മുകളാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇത്രയൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ള ഒരു മൺഗാർഡ് കാര്യങ്ങളുണ്ട്. ബെല്ല് കൊടുത്തിട്ടില്ല, ബാക്കിയെല്ലാം തന്നെ ഇതിൽ ഒപ്പം ഇവരുടെ ഈ ബോക്സിനുള്ളിൽ തന്നെ വന്നിട്ടുണ്ട്. ഒരു ടൂൾ കിറ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ജസ്റ്റ് ട്രയലൊന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ സൈക്കിളിൻ്റെ ഫൈനൽ അഭിപ്രായം ഞാൻ പറയാം. അതിൻ്റെ ഗിയർ സിസ്റ്റത്തിൻ്റെ ഒരു മൈനർ പ്രോബ്ലംസ് ഉണ്ട്. അത്യാവശ്യം ചില ഘട്ടങ്ങളിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നങ്ങൾ വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളുണ്ട്, യാത്രാസുഖമുണ്ട്, അത്യാവശ്യം ഷോക്കൊക്കെ ഉള്ളതുകൊണ്ട് വലിയവർക്കാണെങ്കിലും ചെറിയ കുട്ടികൾക്കാണെങ്കിലും കണ്ണും പൊട്ടി വാങ്ങാൻ പറ്റുന്നുണ്ട്. ടയറും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. 10,000-ൻ്റെ കുറവ് വിലയിൽ, അതായത് ഈ ഒരു റേഞ്ചിൽ നമുക്ക് ഇതേപോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഈ ഗിയർ സിസ്റ്റം നമുക്ക് ഒഴിവാക്കണമെങ്കിൽ 1,000 രൂപ കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. ഗിയർ സിസ്റ്റം ഇല്ലാത്തതാണെങ്കിൽ ആ നൂലാമാലയും കൂടെ കുറഞ്ഞ് കിട്ടും. നേരത്തെ നമുക്ക് ഇതേപോലത്തെ സൈക്കിൾ ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതുക. അതേപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കാണ്ടിരിക്കുക, ഷെയർ ചെയ്യുക. ഷോപ്പിംഗ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റിലും കൊടുത്തേക്കാം. അതിൽ പോയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫറിൽ പ്രോഡക്റ്റുകൾ വാങ്ങാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇത് ഓൺലൈനായിട്ട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്കും കൂടെ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ അടിപൊളി വിഷയങ്ങളുമായി അടുത്ത ദിവസങ്ങളിൽ കാണാം. അടുത്ത ദിവസങ്ങളിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റാ.